അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയ്ക്ക് നേരെ ബോംബാക്രമണം നടത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്ത തീവ്ര വലതുപക്ഷ അമേരിക്കൻ ആക്ടിവിസ്റ്റ് ലോറ ലൂമറയുടെ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. നയതന്ത്ര മര്യാദകളുടെയും മാനുഷിക മൂല്യങ്ങളുടെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള ഈ പരാമർശത്തിനെതിരെ കടുത്ത അമർഷമാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ലോറ ലൂമർ ഈ ക്രൂരമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളെ ലക്ഷ്യമിടാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടം എന്നായിരുന്നു അവർ വിശേഷിപ്പിച്ചത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് മേൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ലഭിച്ച ഏറ്റവും രസകരമായ അവസരമാണിത് എന്നും അവർ കൂട്ടിച്ചേർത്തു. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ വ്യക്തിത്വം പരസ്യമായി ആഹ്വാനം ചെയ്തത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി. ലക്ഷക്കണക്കിന് ആളുകളാണ് ലോറ ലൂമറയുടെ ക്രൂരമായ മാനസികാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. യുദ്ധകാലത്ത് പോലും പാലിക്കേണ്ട അടിസ്ഥാനപരമായ മാനുഷിക തത്വങ്ങളെ ലംഘിക്കുന്നതാണ് ഈ പ്രസ്താവനയെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. ലൂമറുടെ ഈ വിഷലിപ്തമായ പരാമർശത്തിനെതിരെ ഔദ്യോഗിക പ്രതികരണവുമായി ഇറാൻ നയതന്ത്ര വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ടുണീഷ്യയിലെ ഇറാനിയൻ എംബസി ഈ പ്രസ്താവനയെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. വിലാപയാത്രയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന നിരപരാധികളായ സിവിലിയന്മാരെ കൊന്നൊടുക്കാനാണ് ലൂമർ ആഹ്വാനം ചെയ്യുന്നതെന്നും ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾ ലോകം ഒരേ സ്വരത്തിൽ തള്ളിക്കളയണമെന്നും എംബസി ആവശ്യപ്പെട്ടു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മുൻപും വിവാദപരമായ നിലപാടുകളിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ലോറ ലൂമർ. ട്രംപ് ക്യാമ്പുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇവർ തീവ്ര ദേശീയതാവാദങ്ങളും ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകളും നിരന്തരം നടത്തുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിശ്വസ്ത വലയത്തിലുള്ള ഒരാളിൽ നിന്നുണ്ടായ ഈ വംശഹത്യപരമായ ആഹ്വാനം അമേരിക്കൻ ഭരണകൂടത്തെയും നയതന്ത്ര തലത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ വലിയ വിവാദം പുകയുമ്പോൾ ടെഹ്റാനിൽ കനത്ത സുരക്ഷയിലാണ് ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇറാനിലെ ഉയർന്ന സൈനിക ഭരണതല ഉദ്യോഗസ്ഥരും വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും പശ്ചിമേഷ്യയിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ആഗോളതലത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പരിപാടിക്കെതിരെയാണ് അമേരിക്കയിൽ നിന്നും ഇത്തരമൊരു വധഭീഷണി ഉയർന്നത്. ഇറാൻ ജനതയുടെ വൈകാരികമായ ദുഃഖാചരണങ്ങളെയും പരിഹസിക്കുകയും അവരെ കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത നടപടി ഇറാന്റെ സൈനിക നേതൃത്വത്തെയും കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്രംപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ ശക്തമായി നേരിടുമെന്ന സൂചനയാണ് ഇറാൻ ക്യാമ്പ് നൽകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം വെറുപ്പ് പ്രചരിപ്പിക്കൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെ എത്രത്തോളം അപകടകരമായി ബാധിക്കുന്നു എന്നതിന് തെളിവാണ് ഈ സംഭവം. യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു മേഖലയിൽ സമാധാന ചർച്ചകളെ പൂർണ്ണമായി തകർക്കാനും ജനങ്ങൾക്കിടയിൽ കടുത്ത ശത്രുത വളർത്താനും മാത്രമേ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കൂവെന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ലോക നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ലോറ ലൂമറുടെ പ്രസ്താവനയെ കേവലം വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമായി കണ്ട് തള്ളിക്കളയാൻ ഇറാന് കഴിയില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ പരോക്ഷമായ നിലപാടുകളുടെ പ്രതിഫലനമാണ് ഇതെന്നാണ് ഇറാന്റെ ആഭ്യന്തര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഇത് വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഇറാൻ വാക്പോരുകൾ കൂടുതൽ അക്രമാസക്തമാകാൻ കാരണമാകും. വൻ ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര പോരാട്ടങ്ങളിൽ സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. വിലാപയാത്രയ്ക്ക് നേരെ ബോംബിടാൻ ആവശ്യപ്പെട്ട ലൂമർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. എന്നാൽ അമേരിക്കയിലെ കടുത്ത വലതുപക്ഷ ഗ്രൂപ്പുകൾ ഇപ്പോഴും ലൂമറെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലേക്ക് എണ്ണയൊഴിക്കുന്നതായിരുന്നു അമേരിക്കൻ ആക്ടിവിസ്റ്റിന്റെ ഈ കടുത്ത പ്രസ്താവന. ഇത് ഇറാൻ ജനതയ്ക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ലോകം ഇപ്പോൾ ഭീതിയോടെ നോക്കുന്നത് ഈ പ്രകോപനങ്ങൾക്ക് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ്.